ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയാണ് കാണുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ നമുക്ക് വേണ്ടത് കടുകാണ്. പിന്നെ പൊടികളായ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ നമ്മളൊരു 10 മിനിറ്റൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ വാളംപുളിയുടെ വെള്ളമാണ്. പിന്നെ വേണ്ടത് 2 വറ്റൽമുളകാണ് കേട്ടോ. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമുക്കിതിലേക്ക് വേണ്ടത്. അതിനുശേഷം നമ്മൾ ഗ്യാസിൽ നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ചേക്കുന്നതാണ്, പാൻ ചൂടാവാൻ വേണ്ടി. അപ്പോൾ പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ നല്ല നാടൻ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു. പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇഞ്ചി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്യണം. നല്ല പോലെ മിക്സ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ലോ ഫ്ലെയിമിലല്ല ചെയ്യുന്നത്, ഹൈ ഫ്ലെയിമിൽ തന്നെയാണ്. അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിലാക്കുക ഒരു 5 മിനിറ്റ് കഴിഞ്ഞ്. അപ്പോൾ ഏകദേശം ഈ ഒരു പരിവായിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു പരിവാവും. ഇഞ്ചി നല്ല ഗോൾഡൻ കളറാണ്. ഇപ്പം നമ്മുടെ ഇഞ്ചി പാകത്തിനായിട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവേ. അപ്പോൾ ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അത് കോരി മാറ്റാണ്. കോരി മാറ്റിയിട്ട് ആ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ നമ്മുടെ കടുക് കൂട്ടനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കടുക് നല്ല പോലെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ പൊട്ടി വരണം. പിന്നെ ഇതെൻ്റെ ഉമ്മച്ചിയുടെ സ്പെഷ്യൽ ഒരു ഇഞ്ചിക്കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ ഈ കടുക് നല്ല പോലെ പൊട്ടി വന്നിട്ടുണ്ട്. നമ്മുടെ കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലായിരിക്കും, നമ്മളത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ. മറക്കരുത്. പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് വറ്റൽമുളകില്ലേ, വറ്റൽമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 വറ്റൽമുളക് കേട്ടോ. അപ്പോൾ ഈ വറ്റൽമുളക് ഇട്ട് കഴിയുമ്പോൾ പറഞ്ഞാൽ അത് ചെറിയൊരു ബ്രൗൺ കളറാവണം. ബ്രൗൺ വേണ്ട, ചെറിയൊരു ഗോൾഡൻ കളറ്. അത് നല്ലപോലെ ആയി കഴിയുമ്പോൾ നമ്മൾ ആദ്യം എടുത്ത് വെച്ചേക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ, ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത്, ആ പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേണമെങ്കിൽ അങ്ങനെ വയ്ക്കാം കേട്ടോ. നല്ലപോലെ അതൊരു ഗോൾഡൻ കളറാവണം കേട്ടോ നമ്മുടെ പച്ചമുളക്. ഏകദേശം നമ്മുടെ പച്ചമുളകൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആദ്യം കോരി മാറ്റി വെച്ച ഇഞ്ചി ഉണ്ടല്ലോ, അത് ഞാനൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും കറിവേപ്പിലയും കൂടി നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാനിതിലേക്ക് എക്സ്ട്രാ വെളിച്ചെണ്ണ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇഞ്ചി ഇട്ടതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ പിന്നെ നമ്മുടെ പൊടികളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഇത് മൂന്നും ഞാൻ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ പച്ചമണമൊക്കെ ഒന്ന് പോകണം പൊടികളുടെ. അപ്പോൾ ഒരു 2 മിനിറ്റ് അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്തതായി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആദ്യം സോക്ക് ചെയ്താൽ വെച്ചിരുന്ന നമ്മുടെ പുളിവെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ ചെയ്യേണ്ടത്. സോക്ക് ചെയ്ത പുളിവെള്ളം അത് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അപ്പോൾ ആ വെള്ളം ഞാനതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും സെറ്റാവും. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വേണം കേട്ടോ ചെയ്യാൻ. അതിനുശേഷം ഏകദേശം ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവായി കഴിയുമ്പോൾ, ഇത് ഓപ്ഷണലാണ് തികച്ചും, ഒരു 1/4 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇതിൽ നിങ്ങൾക്ക് ശർക്കര ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം കേട്ടോ. പക്ഷേ ഞാനിവിടെ പഞ്ചസാരയാണ് ചേർക്കുക. അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സായി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പരിവായി ഏകദേശം നമ്മുടെ കറിയുടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.